കൂടി പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നതിന് 5 ദിവസം മുമ്പ് കെട്ടിയവന്റെ കൂടെ നട്ടപ്പാതിലേക്ക് ഇങ്ങനെ നടന്നപ്പോഴാണ് ആ മഹാസംഭവം അരങ്ങേറിയത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണെന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കല്ലേ. പുറത്ത് എപ്പോൾ നടക്കാൻ പോയാലും ഭക്ഷണം കഴിക്കണമെന്ന് എബിച്ചിന് നിർബന്ധം. പക്ഷേ ഞാനാണെങ്കിൽ അതൊട്ടും പ്രോത്സാഹിപ്പിക്കാറില്ല. നമ്മുടെ ഹെൽത്ത് നമുക്ക് മുഖ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് പൈസ അധികം ചെലവാക്കാതിരിക്കാൻ കെട്ടിയവനെ പിടിക്കുന്ന ആ ഒരു പിടുത്തമാണ് ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. 1 മാസം മുമ്പ് കെട്ടിയവന്റെ കൂടെ പോയി കഴിച്ച കാളാഞ്ചി തവിയുടെ രുചി എന്നെ വല്ലാതെ അങ്ങ് ആകർഷിച്ചു. ഷെടാ, ഇതിപ്പോ പെട്ടെന്ന് ഇവിടുന്ന ഇങ്ങനെ ഒരു കൊതിയെന്ന് ഞാൻ ഓർത്തപ്പോഴാ പിന്നീടല്ലേ കാര്യം മനസ്സിലായത്. നമ്മുടെ ഉള്ളിലെ കുഞ്ഞു ബേബിയുടെ ക്രേവിങ്സ് പ്രഗ്നന്റ് ആണെന്ന് ഞാൻ അറിയുന്നതിന് മുമ്പേ നാമ്പിട്ട് തുടങ്ങി. എന്റെ പ്രഗ്നൻസി ജേണിയിലെ ഞാൻ അറിയാതെയുള്ള എന്റെ ആദ്യത്തെ പ്രഗ്നൻസി ക്രേവിങ്സ് ഇതായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയുന്നുണ്ടായിരുന്നില്ല അന്ന് ഞങ്ങളുടെ കൂടെ വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു. ഇഷ്ടമുള്ള കൂന്തൽ ഡിഷൊക്കെ ഓർഡർ ചെയ്ത് എബിച്ചനും കിട്ടിയ അവസരം നന്നായിട്ട് അങ്ങോട്ട് വിനിയോഗിച്ചു. ജോലി കഴിഞ്ഞ് എബിച്ചൻ വരുമ്പോൾ സ്നാക്സ് മേടിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഈവൻ നമുക്കൊരു നാടൻ ഭക്ഷണം നമ്മുടെ കേരളത്തിന്റെ ആ ഒരു തനിമയൊക്കെ നിലനിർത്തി കഴിക്കണം എന്നുണ്ടെങ്കിലും ഞങ്ങൾ എപ്പോഴും വരുന്ന ഡെസ്റ്റിനേഷൻ നമ്മുടെ കോഴിക്കോട് സ്റ്റാറിൽ തന്നെയാണ്. മനസ്സും ശരീരവും ഒക്കെ നിറഞ്ഞിട്ടാണ് നമ്മൾ അവിടുന്ന് പോകുന്നത് കേട്ടോ. എന്നെ പോലെ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നതിന് മുമ്പ് ക്രേവിങ്സ് വന്നിട്ടുള്ളവരാണോ നിങ്ങൾ? എങ്കിലൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് മാത്രമാണോ വന്നതെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അനിയത്തി തന്ന ടീഷർട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടുകൊണ്ട് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടാണ് ഞങ്ങൾ പോയത്.